ഹായ് ഫ്രണ്ട്സ്, 2026 വർഷം ആദ്യം തന്നെ ഒരു പൊതുമേഖലാ ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആകാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളിലേക്ക് സെലക്ഷൻ നടത്തുന്ന ഒരു ഓട്ടോണമസ് ബോഡിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS എന്ന സ്ഥാപനമാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 11 ബാങ്കുകളാണ് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനികളെ നിയമിക്കുന്നതിനായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയാണ് ഈ പറഞ്ഞ 11 ബാങ്കുകൾ. ഇതിൽ 8 ബാങ്കുകളിൽ നിന്ന് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ തന്നെ 5208 എണ്ണത്തോളം വരും. ഇനിയും 3 ബാങ്കുകൾ കൂടി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതോടെ ഒഴിവുകൾ വീണ്ടും കുത്തനെ വർദ്ധിക്കും. ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ, ഓരോ ബാങ്കുകളിലും എത്ര ഒഴിവുകൾ വരുന്നുണ്ട് എന്നത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് നന്നായിരിക്കും. പ്രൊബേഷണറി ഓഫീസറുടെ ശമ്പള സ്കെയിൽ എന്നത് 48,480, 85,920 എന്നതാണ്. മാനേജ്മെൻറ്റ് ട്രെയിനിയുടേത് അതത് കാലത്ത് ബാങ്കുകളുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും ശമ്പളം. ഇനി അപേക്ഷകർ 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ബിരുദധാരികൾ ആയിരിക്കണം. അതായത് 2/7/1995 മുമ്പോ 1/7/2005 ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വിമുക്ത ഭടന്മാർക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. SC/ST, OBC, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് നിയമാനുസൃതമായ സംവരണവും ലഭിക്കുന്നതാണ്. വിശദമായ പട്ടിക നമുക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ രസകരമായൊരു കാര്യം, നിങ്ങൾ ഏത് പരീക്ഷകളൊക്കെ പാസ്സായാലും ബാങ്കിൽ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും സിബിൽ സ്കോറും ഒക്കെ വേണമെന്നതാണ്. കാലത്തിനനുസരിച്ച മാറ്റമാണെന്നത് മനസ്സിലാക്കി ഉൾക്കൊള്ളാം. SC/ST ഭിന്നശേഷിക്കാർക്ക് അപേക്ഷാ ഫീസ് 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ്. 1/7/25 മുതൽ 21/7/25 വരെ ഫീസ് അടയ്ക്കാവുന്നതാണ്. www.ibps.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞതാണ്. എന്നിരുന്നാലും 1/7/2025 മുതൽ 21/7/2025 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. ഫീസ് അടയ്ക്കാനും ഇതേ സമയം തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇനി ആവശ്യമുള്ള SC/ST അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന മറ്റു വിഭാഗക്കാർക്ക് എക്സാമിനേഷന് ഒരു ട്രെയിനിങ് ഈ ഓട്ടോണമസ് ബോഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ആഗസ്റ്റ് 2025 നടക്കും. പരീക്ഷ നടത്തുന്നതിൽ പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം, പിന്നീട് ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. അതിൽ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ആഗസ്റ്റ് 2025 പ്രിലിമിനറി ഓൺലൈൻ എക്സാമിനേഷൻ നടന്നതിൻ്റെ റിസൾട്ട് സെപ്റ്റംബർ 2025 പ്രതീക്ഷിക്കാം. പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ടിന് ശേഷം മെയിൻ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കും. അത് ഒക്ടോബർ 2025 അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് നവംബർ 2025 പിന്നീട് പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ-ഡിസംബർ മാസങ്ങളിൽ നടക്കും. ഇൻ്റർവ്യൂ ഡിസംബർ 2025 അല്ലെങ്കിൽ ജനുവരി 2026 നടക്കും. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് 2026 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ പരീക്ഷാ രീതി എങ്ങനെയാണെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 100 ചോദ്യങ്ങളും 100 മാർക്കും ഉള്ള ഒരു പരീക്ഷയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്
30 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ, റീസണിങ് എബിലിറ്റി 35 ചോദ്യങ്ങൾ, അങ്ങനെ ആകെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിൻ എക്സാമിനേഷന് റീസണിങ് 40 ചോദ്യം, ജനറൽ അവെയർനെസ് ബാങ്കിങ് മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട ജനറൽ അവെയർനെസ് 35 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ചോദ്യങ്ങൾ, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ ഒരു 35 ചോദ്യങ്ങൾ, അങ്ങനെ 145 ചോദ്യങ്ങൾ. ഇതിന് പരമാവധി 200 മാർക്കാണ് അവർ നീക്കിവെച്ചിട്ടുള്ളത്. 160 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആയിരിക്കും ഇത്. അതിനുശേഷം 2 ചോദ്യങ്ങൾ 25 മാർക്കിന് ഇംഗ്ലീഷിൽ ആൻസർ എഴുതേണ്ട 30 മിനിറ്റ് അനുവദിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എസ്സേ ആൻഡ് കോംപ്രിഹെൻഷൻ അതും ഉണ്ടായിരിക്കും. അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന ഒരു വിഭാഗമുണ്ട്. ഇനി എക്സാമുകൾ എഴുതണമെങ്കിൽ കാൾ ലെറ്റർ, ഫോട്ടോ ID പ്രൂഫ് എന്നിവ കയ്യിൽ കരുതണം. പ്രിലിമിനറി എക്സാമിന് നിശ്ചിത സമയത്തിന് 2 മണിക്കൂർ മുമ്പും മെയിൻ എക്സാമിനേഷന് നിശ്ചിത സമയത്തിന് 4 മണിക്കൂർ മുമ്പും ഹാജരാകാൻ നിർദ്ദേശിക്കുന്നുണ്ട്. എക്സാമിന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഫുൾ മാർക്ക് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം ആ ചോദ്യത്തിന് നെഗറ്റീവ് മാർക്കായി കുറവ് ചെയ്യും. കട്ട് ഓഫ് മാർക്ക് ഒഴിവുകൾക്കനുസരിച്ച് തീരുമാനിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിന് 100 മാർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. 40% മാർക്ക് കിട്ടാതെ ഇൻ്റർവ്യൂ കടന്നു കയറാൻ കഴിയില്ല. SC ST OBC ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ 35% മാർക്കുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കടന്നു കയറാവുന്നതാണ്. എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കുകൾ 80:20 എന്ന റേഷ്യോയിൽ എടുത്ത് ഫൈനൽ സ്കോർ തയ്യാറാക്കിയാണ് നിയമനം നൽകുന്നത്. അപേക്ഷിക്കുമ്പോൾ കുറേയധികം ഡോക്യുമെൻറ്റ്സ് SSLC മുതൽ അങ്ങോട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകിയ വേളയിൽ അപേക്ഷ അയക്കാൻ ശ്രമിച്ചാൽ കഴിയുകയില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഓൺലൈനിൽ നമ്മുടെ ഫോട്ടോ എടുക്കണം, പിന്നെ ഒപ്പ്, ഇടത് തള്ളവിരലിൻ്റെ അടയാളം, കൈകൊണ്ട് എഴുതിയ ഒരു സത്യപ്രസ്താവന എന്നിവയൊക്കെ വേണ്ടതുകൊണ്ട് ഒട്ടും വൈകാതെ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ അപേക്ഷ അയയ്ക്കുക. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.